മലയാളി ഓഡിയൻസ് എല്ലാം റിയാസിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ടീമിൽ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് ആരെയാണ് തോന്നുന്നത്? ബേസ്ഡ് ഓൺ വാട്ട് ഐ റിയലി ഹാവ് ടു സേ എനിക്ക് അറിയില്ല. എന്നാലും ഫസ്റ്റ് ഇംപ്രഷനിൽ ബട്ട് ഞാൻ പൂജയാണ് ഡെഫിനറ്റ്ലി പറയും. ബിക്കോസ് പൂജ ഫൈനലി ഷീ മെയ്ഡ് ഇറ്റ്. ഇനിഷ്യലി കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഫൈനലി ഷീ മെയ്ഡ് ഇറ്റ്. ഷീ ഡിഡ്ന്റ് ഗിവ് അപ്പ്. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ഗിവ് അപ്പ് ചെയ്ത് പോകാൻ നിന്നപ്പോഴും പൂജയ്ക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് വേണമെന്നുള്ളത്. ഐ റിയലി ലൈക്ക് ദാറ്റ്. സോ യു കുഡ് ബി എ ഗെയിം ചേഞ്ചർ. രഞ്ജിനി ചേച്ചി നമ്മളെല്ലാരും കാണുന്നത് ഒരു ഫിയർലെസ് വുമൺ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ദേ ഈ പെൺപടകളിൽ നിന്നും ആരെയാണ് മോസ്റ്റ് പ്രോമിസിങ് ഫിയർലെസ് പേഴ്സൺ ആയിട്ട് തോന്നുന്നത്? എല്ലാ പെണ്ണുങ്ങളും പ്രോമിസിങ് ഫിയർലെസ് പെണ്ണുങ്ങളായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അഖിലേട്ടനെ നമ്മൾ ഓഡിയൻസ് എല്ലാവരും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഗായ് ആയിട്ടാണ്. അപ്പോൾ റഫ് ആൻഡ് ടഫ് ആയിട്ട് ആ ഒരു ടീമിൽ ആരെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ ഒരു പ്രോമിസിങ് ആയിട്ട് തോന്നുന്നത്? അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ സീസണിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നൊരാൾ പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസിന് ഞാൻ അവനെ ചൂസ് ചെയ്യാം. ആരായിരുന്നു അത്? എൻ്റെ പേര് ഷിജില. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. എന്തായാലും റിയാസ് അല്ലേ ഫസ്റ്റ് ടീം വിളിച്ചേ. അപ്പൊ റിയാസിന്റെ ടീമല്ല, റിയാസ് വിളിച്ച ടീം മാത്രമേ ഇവിടെ നിന്നുകൊണ്ട് ബാക്കി 2 ടീംസിനും അവിടെ പോയിരിക്കാം. ഓക്കെ, ടാസ്കിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരെയും കുറിച്ച് ഞങ്ങൾക്കൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചും അതേപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. മൈസെൽഫ് ആർജെ അനഘ, മാതൃഭൂമി ക്ലബ് എഫ് എമ്മിലെ ആർജെ ആയിട്ട് വർക്ക് ചെയ്യാണ്. സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കണക്കാക്കുന്ന ഐ എം എ ഗുഡ് ലിസണർ. ഒരുപാട് കോളേഴ്സിനെയും ഒരുപാട് ലിസണേഴ്സിനെയും ഡീൽ ചെയ്യുന്ന കാരണം തന്നെ ഒരുപാട് ഇമോഷൻസിനെ ഡീൽ ചെയ്യുന്ന കാരണം ഞാനൊരു നല്ല ലിസണറാണ്. മറ്റൊരു വ്യക്തിക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് ആ വ്യക്തിയെ കൺസിഡർ ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്നെ ഏറ്റവും പെട്ടെന്ന് ചതിക്കാൻ പറ്റും, ഏറ്റവും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അനക്കന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണ് ബിഗ് ബോസിൽ? എനിക്കതിനകത്ത് വരെ, അതായത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അഖിൽമാരായിരുന്നു. അഖിലിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആള് വരാൻ പറഞ്ഞപ്പോ അനക്കല്ലേ ചാടി ഓടി അവിടെ വന്നത്? അതെന്തുകൊണ്ടാണ്? പുറത്തുള്ള പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. അഖിൽമാരാന്റെ വേർഷൻ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ അതുകൊണ്ട് ആ വ്യക്തിയെ അങ്ങനെ കൺസിഡർ ചെയ്യും. അതാണ് റിയാസിന് തിരിച്ചറിയാതെ പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം അദ്ദേഹം ചൂസ് ചെയ്താൽ ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേരില്ല. അത്രേ ഉള്ളൂ. Over to the next person. ഹായ്, എൻ്റെ പേര് റഷ പാലത്തിങ്ങൽ. ഞാനൊരു പ്രൊഫഷണലി സോഷ്യൽ വർക്കറാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഇംഗ്ലണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ സപ്പോർട്ട് വർക്കർ. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഡാൻസിങ്ങും മോഡലിംഗും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ നൗ ഐ എം ഹിയർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, നെവർ ഗേവ് അപ്പ്, സെൽഫ് ഡിറ്റർമിനേഷൻ കൊണ്ട് ഞാനിത് ഇന്ന് ബിഗ് ബോസ് അഗ്നി പരീക്ഷ വേദിയിൽ എത്തി നിൽക്കണം. ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. സോ യാ, എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഐ എം എ വെൽ ഡിറ്റർമൈൻഡ് പേഴ്സൺ. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് എനി വീക്ക്നെസ്. Over to the next person. എൻ്റെ പേര് പൂജ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ഉണ്ടാവും. അതായത് ഞാനൊരു ഹൗസ് വൈഫാണ്. ഇത്രയും കഴിവുള്ള ആൾക്കാരെടുത്ത് ഒരു കഴിവില്ലാത്ത ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കഴിവുണ്ട്. വീക്ക്നെസ് ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കരച്ചിൽ വന്നാൽ ഞാൻ കരയും, ദേഷ്യം വന്നാൽ എനിക്ക് ദേഷ്യം വരും. പക്ഷെ അത് ആരെന്തൊക്കെ പറഞ്ഞാലും, എന്ത് കരഞ്ഞു മെഴുകി എന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. കരച്ചിൽ വന്ന് കരഞ്ഞ് അത് അവിടെ തീരും. താങ്ക് യു. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് ഷിബ്ന. ഞാൻ കണ്ണൂരിലാണ് വളർന്നത് ആൻഡ് ഐ മൂവ് ടു ഡൽഹി ഫോർ മൈ ബാച്ചിലേഴ്സ്. 17, 18, 19 വയസ്സിൽ കണ്ണാടി നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഐ വാസ് റിയലി സ്കാഡ് ബിക്കോസ് ഐ ഓൾവേസ് ഫെൽറ്റ് റിയലി അഗ്ലി എമംഗ് മൈ ഫെയർ ക്ലാസ്മേറ്റ്സ്. ആൻഡ് ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മെയിൻ കാരണം ഒരു ഗേൾ ആയിട്ടുള്ള ആസ് എ ബ്രൗൺ സ്കിൻ ഗേൾ ഇതേപോലെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റുന്നുള്ള ഒരു ഇതാണ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് യു? മൈ കോൺഫിഡൻസ്. I'm really confident. Basically, I'm a professional model. ഞാൻ ഹൃതിക് റോഷനോട് I have done an ad. And I mean, ഹൃതിക് റോഷൻ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി തന്റെ ഈ സ്കിൻ തനിക്ക് സമ്മാനിച്ചില്ലേ? That's why I'm confident. That's what I'm saying. And right now, I'm getting booked for this skin tone which I've been bullied. So I never believe in failure. Okay, all right. Thank you.